നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റൈനിലെ വിവിധ ഇടങ്ങളിൽ മഴയും ഇടിമിന്നലും തുടരുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികാരികൾ മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിന്റെ കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയും ചിലപ്പോൾ ശക്തമായ കാറ്റും ഉണ്ടാകാം. മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർമാർ വേഗപരിധിയും വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിതമായ അകലവും പാലിക്കണമെന്ന് ട്രാഫിക് വകുപ്പ് ആവശ്യപ്പെട്ടു. വീടുകളിലെ വൈദ്യുതി കണക്ഷനുകളുടെയും ഗ്രൗണ്ടിംഗ് സംവിധാനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനും വൈദ്യുതാഘാതം ഉണ്ടായേക്കുമെന്നതിനാൽ തെരുവ് വിളക്കുകളുടെ തൂണുകളിൽ തുടരുതെന്നും വൈദ്യുതി ജല അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. റിസാല സ്റ്റഡി സർക്കിൾ ബഹ്റൈൻ നാഷണൽ ഘടകത്തിന് പുതിയ നേതൃത്വം നിലവിൽ വന്നു. മനാമ എമിറേറ്റ്സ് ടവറിൽ നടന്ന യൂത്ത് കൺവെൻഷനിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. ബഹ്റൈൻ ICF പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി കൺവെൻ ഉദ്ഘാടനം ചെയ്തു. ഡിസൈൻ ലാബ്, ഡിസിപ്ലിനറി ഫോറം, കസ്റ്റോഡിയൻഷിപ്പ്, റീഓർഗനൈസേഷൻ തുടങ്ങിയ വിവിധ സെഷനുകളിലായി നടന്ന യൂത്ത് കൺവെൻ RSC ഗ്ലോബൽ ചെയർമാൻ സക്രിയ ഷാമിൽ ഇർഫാനി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുഹൈൽ ഉമർ വടക്കേക്കോട്, നൌഫൽ ലത്തീഫി ഇടിയാട്, അബ്ദുള്ള രണ്ടത്താണി തുടങ്ങിയവർ നേതൃത്വം നൽകി. മൻസൂർ ഹസനി വടകര, ജാഫർ ഷെരീഫ് കുന്നംകുളം, മുഹമ്മദ് സഖാഫി ഉളിക്കൽ, ഫൈസൽ പതിയാരക്കര, സഫ്വാൻ സഖാഫി മാങ്കടവ്, സമീർ വടകര, അബ്ദുൽ ഹമീദ് കുനിയ, മുഹമ്മദ് ഇർഷാദ് കരുനാഗപ്പള്ളി, മുഹമ്മദ് നിഷാദ് വരോഡ്, സലാഹുദ്ദീൻ പള്ളിയത്ത്, മിദ്ലാജ് പേരാമ്പ്ര, മുഹമ്മദ് മണ്ണാർക്കാട്, മുഹമ്മദ് സാജിദ് വടകര എന്നിവരെ സെക്രട്ടറിമാരായും, ഷബീർ മുസ്ലിയാർ വടകര, മുഹമ്മദ് അലി കാടാമ്പുഴ, ഫസലുർ റഹ്മാൻ കോട്ടയ്ക്കൽ, നിസാർ തിരൂർ, ഇസ്ഹാഖ് വെന്നിയൂർ, മുഹമ്മദ് റാസിഖ് പരപ്പനങ്ങാടി എന്നിവരെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങളായും തിരഞ്ഞെടുത്തു. താളം തെറ്റില്ല എന്ന പ്രമേയത്തിൽ കഴിഞ്ഞ 2 മാസങ്ങളിലായി നടന്ന അംഗത്വം കാലത്തിനും സംഘടനയുടെ വിവിധ ഘടകങ്ങളിലെ പുനഃസംഘടനയ്ക്കും ശേഷമാണ് നാഷണൽ യൂത്ത് കൺവെൻ കൗൺസിൽ നടന്നത്. ICF ബഹ്റൈൻ മുൻ പ്രസിഡന്റ് സൈനുദ്ദീൻ സഖാഫി, ICF ബഹ്റൈൻ നാഷണൽ ഭാരവാഹികളായ ഷാനവാസ് മദനി, സമദ് കാക്കടവ്, ഫൈസൽ ചെറുവണ്ണൂർ, പ്രവാസി റിസാല സബ് എഡിറ്റർ VPK മുഹമ്മദ് തുടങ്ങിയവർ അതിഥികളായി പങ്കെടുത്തു. ബ്ലഡ് ഡൊണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കിൽ റമദാൻ മാസത്തിലെ രാത്രികാല രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്ലേറ്റ്ലെറ്റ് ഉൾപ്പെടെയുള്ള ബ്ലഡ് ഡൊണേഷനിൽ 67 പേരാണ് പങ്കാളികളായത്. BDK ബഹ്റൈൻ ചെയർമാൻ KT സലീം, ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ്, ട്രഷറർ സാബു അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവിളയിൽ, ജോയിന്റ് സെക്രട്ടറി സിജോ ജോസ്, അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ്, ക്യാമ്പ് കോർഡിനേറ്റർ സുനിൽ മനവളപ്പിൽ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് രാജേഷ് പന്മന, അശ്വിൻ രവീന്ദ്രൻ, മിഥുൻ മുരളി, ഫിലിപ്പ് വർഗീസ്, പ്രവീഷ് പ്രസന്നൻ, പ്രസാദ് കൃഷ്ണൻ എന്നിവർ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ 2025-2028 3 വർഷ കാലയളവിലേക്കുള്ള പുതിയ വനിതാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. മുബീന മൻഷീർ പ്രസിഡന്റ്, സന്ധ്യ രാജേഷ് ചീഫ് കോർഡിനേറ്റർ, ശ്രീനന്ദ രാംദാസ് സെക്രട്ടറി, ഷെസ്സി രാജേഷ് ട്രഷററുമായുള്ള 21 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. കേരള കാത്തലിക് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജ്യോതിഷ് പണിക്കർ അധ്യക്ഷം വഹിക്കുകയും ലേഡീസ് വിംഗ് മുൻ സെക്രട്ടറി അസ്ല നിസാർ സ്വാഗതം പറയുകയും ചെയ്തു. സെക്രട്ടറി ജ്യോതിഷ് മെപ്പ, ട്രഷറർ റിഷാദ് വലിയകത്ത്, ലേഡീസ് വിംഗ് മുൻ പ്രസിഡന്റ് രാജലക്ഷ്മി സുരേഷ്, വൈഷ്ണവി ശരത്, ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ജോണി താമരശ്ശേരി, സലീം ചിങ്ങപുരം, ശ്രീജിത്ത് കുറിഞ്ഞാലിയോട് എന്നിവരും പുതിയ ലേഡീസ് വിംഗിന് ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. പെരുന്നാൾ തലേന്ന് മൈലാഞ്ചി രാവ് എന്ന പേരിൽ സൗജന്യമായി എല്ലാവർക്കും മൈലാഞ്ചി ഇട്ടുകൊടുക്കൽ ഉണ്ടാവുമെന്നും ലേഡീസ് വിംഗ് ഭാരവാഹികൾ അറിയിച്ചു. പ്രമുഖ വ്യവസായ സ്ഥാപനമായ കേവൽറാം ആൻഡ് സൺസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ബാബു കേവൽറാമിന്റെ വിയോഗത്തിൽ ഇന്ത്യൻ സ്കൂൾ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ സ്കൂളിന്റെ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തിരുന്ന അദ്ദേഹം ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹത്തിലും വിദ്യാഭ്യാസ മേഖലയിലും നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾ എപ്പോഴും നന്ദിയോടെ സ്മരിക്കപ്പെടുമെന്നും 2025 ജനുവരി 23 നടന്ന ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ ബാബു കേവൽറാം സന്നിധനായിരുന്നുവെന്നത് സ്കൂളിന്റെ അക്കാഡമിക മികവിനും സാംസ്കാരിക വൈവിധ്യത്തിനും അദ്ദേഹം നൽകിയ പിന്തുണയ്ക്ക് അടിവരയിടുന്നുവെന്നും അനുശോചന യോഗം അറിയിച്ചു. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും മാർഗനിർദ്ദേശവും വിലമതിക്കാനാവാത്തതാണെന്ന് ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ VR പളനിസ്വാമി എന്നിവർ പറഞ്ഞു. ഇനിയൊരു ഇടവേള.
skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. എല്ലാവർക്കും സൗജന്യങ്ങൾ നൽകുന്നത് പരിശോധിക്കണമെന്ന് കൊല്ലത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖയിലാണ് ഈ നിർദ്ദേശമുള്ളത്. സമൂഹത്തിലെ സമ്പന്ന വിഭാഗങ്ങൾക്ക് സൗജന്യങ്ങൾ നൽകുന്നത് തുടരണോ എന്ന് വിചിന്തനം നടത്തണം. ജനങ്ങളെ വരുമാനത്തിനനുസരിച്ച് പ്രത്യേകം വിഭാഗങ്ങളാക്കി ഫീസ് ഈടാക്കുന്നത് പരിശോധിക്കണമെന്നും നയരേഖ നിർദ്ദേശിക്കുന്നു. ജനങ്ങളെ വരുമാനത്തിനനുസരിച്ച് പ്രത്യേകം വിഭാഗങ്ങളാക്കി തിരിച്ച് ഫീസ് ഈടാക്കുന്നത് പരിശോധിക്കണം. ഇതിനായി ഫീസ് ഘടന രൂപപ്പെടുത്തുന്നത് ചർച്ച ചെയ്യണം. വർഷങ്ങളായി നികുതി വർധനവ് നടപ്പിലാക്കിയിട്ടില്ലാത്ത നിരവധി മേഖലകളുണ്ട്. ഈ മേഖലകളിൽ വിഭവ സമാഹരണത്തെക്കുറിച്ചും സർക്കാർ ചിന്തിക്കണമെന്നും നയരേഖയിൽ പറയുന്നു. പൊള്ളുന്ന ചൂടിനിടെ നേരിയ ആശ്വാസവുമായി കേരളത്തിൽ മഴയെത്തുന്നു. മാർച്ച് 11-ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് ഉള്ളത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മാർച്ച് 10-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴ പെയ്യാൻ സാധ്യതയുള്ളത്. മാർച്ച് 11-ന് 3 ജില്ലകളിൽ മാത്രമാണ് അലർട്ട് ഉള്ളതെങ്കിലും ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും നേരിയതോ ഇടത്തരമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. 2026 ലോകകപ്പ് ഫുട്ബോളിന് മുന്നോടിയായുള്ള ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങളുടെ 3ാം റൗണ്ടിലേക്കുള്ള ടീം അംഗങ്ങളെ ബഹ്റൈൻ പ്രഖ്യാപിച്ചു. 26 പേരടങ്ങുന്ന ടീം അംഗങ്ങളെയാണ് പരിശീലകൻ ഡ്രാഗൺ തലാജിക് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ജനുവരിയിൽ ഗൾഫ് കപ്പ് നേട്ടത്തിന് സാക്ഷിയായ ടീം അംഗങ്ങൾ ഭൂരിഭാഗവും യോഗ്യതാ മത്സരങ്ങൾക്കായുള്ള ടീമിലിടം നേടിയിട്ടുണ്ട്. കൂടാതെ പുതുതായി 2 പേർക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഗ്രൂപ്പ് സിയിൽ 5ാം സ്ഥാനത്തുള്ള ബഹ്റൈന് 3ാം റൗണ്ടിൽ 3 എവേ മാച്ചുകളും 1 ഹോം മാച്ചുമാണുള്ളത്. മാർച്ച് 20-ന് ജപ്പാനെതിരെ അവരുടെ തട്ടകത്തിലാണ് ആദ്യ മത്സരം. ആലപ്പുഴ ജില്ലക്കാരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി ഇന്റർ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ജുഫയറിലെ 2 ഗ്രൗണ്ടിലായി സംഘടിപ്പിച്ച മത്സരത്തിൽ വോയിസ് ഓഫ് ആലപ്പിയുടെ 7 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുത്തു. ലീഗ് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ ബ്ലാക്ക് വാട്ടർ ബ്ലാസ്റ്റേഴ്സ് എന്ന പേരിൽ മത്സരിച്ച മുഹറക് ഏരിയ കമ്മിറ്റി ജേതാക്കളായി. ബറാക്കസ് ഫൈറ്റേഴ്സ് 2ാം സ്ഥാനക്കാരായി. കൂടാതെ ഓഫ് ദി സീരീസ് മിഥു രഹ്ന, ബെസ്റ്റ് കീപ്പർ പ്രജീഷ് എന്നിവർ വ്യക്തിഗത നേട്ടങ്ങൾക്കും അർഹരായി. വോയിസ് ഓഫ് ആലപ്പി സ്പോർട്സ് വിങ്ങിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ ഇന്റർ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിങ്സ് 11, റിഫ വാരിയേഴ്സ്, വെനി സ്ട്രൈക്കേഴ്സ്, മനാമ റോയൽസ്, ബ്ലാക്ക് വാട്ടർ ബ്ലാസ്റ്റേഴ്സ്, ബറാസസ് ഫൈറ്റേഴ്സ് എന്നീ ടീമുകളാണ് മത്സരിച്ചത്. സ്പോർട്സ് വിംഗ് കൺവീനർ ഗിരീഷ് ബാബു നേതൃത്വം നൽകി. ബോണി മുളപ്പാമ്പിളിൽ, അനൂപ് ശശികുമാർ, സൈജു സെബാസ്റ്റ്യൻ, സജിത് ദേവദാസ്, അതുൽ സദാനന്ദൻ, സേതു ബാലൻ, സജീഷ് സുഗതൻ, അനൂപ് ശ്രീരാഗ് തുടങ്ങിയവർ മത്സരങ്ങൾ ഏകോപിപ്പിച്ചു. വോയിസ് ഓഫ് ആലപ്പി ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും വിവിധ ഏരിയ ഭാരവാഹികളും ലേഡീസ് വിംഗ് അംഗങ്ങളും സന്നിധരായിരുന്നു.
ക്രിക്കറ്റ് ആവേശം വാനോളമുയരുന്ന ചാമ്പ്യൻസ് ട്രോഫി 2025 ഫൈനൽ മത്സരത്തിന് വൻ സുരക്ഷയൊരുക്കി ദുബായ് അധികൃതർ. ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയും ന്യൂസിലൻഡുമാണ് കളത്തിലിറങ്ങുന്നത്. കളിക്കാർക്കും ആരാധകർക്കും സുരക്ഷിതവും മികച്ചതുമായി കളിയനുഭവം ഉറപ്പാക്കാൻ എല്ലാ സുരക്ഷാ നടപടികളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ദുബായ് ഈവന്റ് സെക്യൂരിറ്റി കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. സ്റ്റേഡിയത്തിന് അകത്തും പുറത്തും ശക്തമായ സുരക്ഷയും നിരീക്ഷണവും ഉറപ്പാക്കുന്ന രീതിയിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇരു ടീമുകൾക്കും വലിയ ആരാധക വൃന്ദം ദുബായിൽ മത്സരങ്ങൾ വീക്ഷിക്കാൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ഞായറാഴ്ച അവസാന മത്സരത്തിനിറങ്ങുമ്പോൾ കാണികൾ കലാശപ്പോരിന്റെ ആവേശം ഗ്യാലറികളിൽ ഇരുന്ന് ആസ്വദിക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്നും ഉള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ദുബായ് പോലീസ്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിനിടെ നിയമങ്ങൾ ലംഘിച്ചാൽ ആരാധകർക്ക് 5000 മുതൽ 30,000 ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സെമി ഫൈനൽ കഴിഞ്ഞയുടനെ ഒരു ആരാധകൻ മൈതാനത്തേക്ക് ഓടിക്കയറിയത് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മൈതാനത്തേക്ക് പടക്കങ്ങൾ, കത്തുന്ന വസ്തുക്കൾ തുടങ്ങിയ അപകടകരമായ വസ്തുക്കൾ എറിയുന്നവരെയും കണ്ടെത്തി കനത്ത പിഴ നൽകും. വംശീയത, അക്രമം, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെതിരെയും കർശന നടപടി സ്വീകരിക്കും. കൂടാതെ കളിക്കാർക്ക് നേരെ വസ്തുക്കൾ എറിഞ്ഞാൽ 10,000 ദിർഹം മുതൽ 30,000 ദിർഹം വരെ പിഴ ഈടാക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.